ഒരു പ്രോബ്ലം ആണ് നെക്സ്റ്റ്. ഓക്കെ, so that sigma I equal to 1 to n I cube minus I minus 1 whole cube equal to n cube. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഇത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. സിഗ്മ ഐ ഈക്വൽ ടു 1 to n I cube minus I minus 1 whole cube equal to ആദ്യം ഐക്ക് 1 എടുക്കുക, 1 ക്യൂബ് മൈനസ് 0 ക്യൂബ്. രണ്ടാമത്തെ ടേം 2 ക്യൂബ് മൈനസ് 1 ക്യൂബ്. ഐ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് മൈനസ് 2 മൈനസ് 1 ആണ് 1 ക്യൂബ്. അങ്ങനെ അടുത്ത് 3 ക്യൂബ് മൈനസ് 2 ക്യൂബ് പ്ലസ് ലാസ്റ്റ് ടേം ഐ ഈക്വൽ ടു n കൊടുക്കുമ്പോൾ n ക്യൂബ് മൈനസ് n മൈനസ് 1 ഹോൾ ക്യൂബ്. നമ്മൾ പറഞ്ഞ പോലെ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുക. അപ്പോൾ 1 ക്യൂബ് മൈനസ് 0 ക്യൂബ് പ്ലസ് 2 ക്യൂബ് മൈനസ് 1 ക്യൂബ് പ്ലസ് 3 ക്യൂബ് minus 2 cube plus etc plus n cube minus n minus 1 whole cube. So the 1 cube cancels, 2 cube cancels. Okay, minus ഈ പ്ലസ് കഴിഞ്ഞ് ഏത് ടേമും അങ്ങനെ ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പൊ ഇതും ക്യാൻസൽ ആവും. ഇതിന്റെ ഇപ്പൊ ലാസ്റ്റ് ബാക്കി ഉണ്ടാവുക ഈ ടേമും മാത്രമാണ്. So this equal to n cube minus 0 cube equal to n cube. ഈ ഫസ്റ്റ് സെക്ഷൻ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ വെലോസിറ്റി ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി ഇതിന്റെ കൂടെ പറയുന്നുണ്ട്. കാരണം ഈ സമ്മേഷനെ നമ്മൾ വെലോസിറ്റിയുമായിട്ടും ഡിസ്റ്റൻസുമായിട്ടും നിങ്ങൾക്ക് വെലോസിറ്റിനെ കുറിച്ചും ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണ് വെലോസിറ്റി എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ധാരണ ഉണ്ടാവും. അപ്പൊ സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വാഹനം എങ്ങനെയാണ് കിലോമീറ്റർ കണക്കാക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ഉണ്ടാവും. ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ഓടി എന്ന് വാഹനം കാണിക്കുമല്ലോ. അതെങ്ങനെയാണ് വാഹനം മെഷർ ചെയ്യണത്, ഡിസ്റ്റൻസ് മെഷർ ചെയ്യണത്? നിങ്ങളുടെ ഐഡിയ എന്താണ്? നമുക്ക് വെലോസിറ്റി കാണാൻ ഒരുപാട് ഫോർമുലകളുണ്ട്. ഡിസ്റ്റൻസ് കാണാൻ ഫോർമുല ഉണ്ടോ? വെലോസിറ്റി കാണാനുള്ള ഫോർമുലയിൽ നിന്ന് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല അല്ലെ. വെലോസിറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുല പറഞ്ഞാൽ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ അല്ലെ. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. വെലോസിറ്റിക്ക് സാധാരണ നമ്മൾ v എന്നുള്ള ലെറ്റർ ആണ് യൂസ് ചെയ്യുക. ഡിസ്റ്റൻസ് നമ്മൾ സ്മോൾ s ആണ് ഉപയോഗിക്കുക, s by t for s equal to dt. നമുക്കറിയാം നമ്മള് വാഹനത്തിന്റെ ടയർ സർക്കുലർ ഷേപ്പിലാണ്. അപ്പോ അതിന് എന്താ റൊട്ടേഷണൽ മോഷനിലെ വെലോസിറ്റിയിലെ എന്താ പറയാ ആംഗുലർ വെലോസിറ്റിയിലെ ലീനിയർ വെലോസിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അപ്പൊ ആ വാഹനത്തിന്റെ ലീനിയർ വെലോസിറ്റിനെ ആ ലീനിയർ വെലോസിറ്റിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈഡ് ആണ് മീറ്റർ
ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടില്ലേ? അങ്ങനെ തന്നെ അല്ലേ? അല്ലെ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് മീറ്റർ എന്ത് കാണിക്കണേ, ഡിസ്റ്റൻസ് കാണിക്കണ്ടാവും. അപ്പോ ഡിസ്റ്റൻസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഉപയോഗിച്ചിട്ട് വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യല്. നമുക്ക് ഇപ്പൊ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു വാഹനം ഇത്ര കിലോമീറ്റർ ഇത്ര ടൈം കൊണ്ട് സഞ്ചരിച്ചു, അങ്ങനെയാണെങ്കിൽ എത്രയാണ് അതിന്റെ വെലോസിറ്റി എന്നുള്ളതാണ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ തിരിച്ച് ഡിസ്റ്റൻസ് ട്രാവൽഡ് equal to velocity into time. ഈ ഒരു കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞ ഇതാണ് നമ്മൾ ശരിക്കും കൂടുതൽ ഉപയോഗിക്കണേ. തിരിച്ചുള്ളതിനേക്കാളും നമ്മൾ റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണേ ഡിസ്റ്റൻസ് വെലോസിറ്റിയും ടൈമും ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ അതാ, particle moves with constant velocity v1 for a time interval delta t1, v2 for a time interval delta t2, v3 for a time interval delta t3, and so on, vn for a time interval delta tn, what is the total distance traveled? Total distance traveled by this time. By this time is delta t1 plus delta t2 plus etc plus delta t. Breaking. ഇപ്പോ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനില്ല, കോളേജിലല്ല വീട്ടിലാണുള്ളത്. അപ്പോ v1 എന്നുള്ള വെലോസിറ്റി ഡെൽറ്റ t1 എന്നുള്ള ഡ്യൂറേഷന്, v2 എന്നുള്ള വെലോസിറ്റിയിൽ ഡെൽറ്റ t2, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഒരു ടൈം അങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ what is the distance traveled by the object or by the vehicle? particle ആണ് അല്ലെ. അപ്പൊ എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു, നമുക്ക് ഡെൽറ്റ t1 എന്നുള്ള ടൈമില് വെലോസിറ്റി v1 ആണ്. അപ്പൊ ആ സമയത്ത് ഡെൽറ്റ t1 കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു? ഡെൽറ്റ t1 നമ്മൾ നേരത്തെ പറഞ്ഞ വെലോസിറ്റിന് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ വേണ്ടത്. അപ്പൊ v1 ഇൻറ്റു ഡെൽറ്റ t1 ആയിരിക്കും ഡെൽറ്റ t1 എന്നുള്ള ടൈം കൊണ്ട് യാത്ര ചെയ്ത ദൂരം. v1 ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ടൈം. അടുത്ത് ഡെൽറ്റ t2 സമയത്ത് യാത്ര ചെയ്ത ദൂരം v2 ഇൻറ്റു ഡെൽറ്റ t2 ആയിരിക്കും. അങ്ങനെ അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദിസ് ടൈം ഈക്വൽ ടു vn ഇൻറ്റു v1 അല്ലെ, ലാസ്റ്റ് ടേം vn ഇൻറ്റു ഡെൽറ്റ t, ദിസ് സം. And this can be written using sigma. Sigma v-ക്കും v-ന്റെ കൂടെയും ഡെൽറ്റ ടിന്റെ കൂടെ v1 ഡെൽറ്റ t1, v2 ഡെൽറ്റ t2, vn ഡെൽറ്റ tn. So vi delta ti, I starts from 1 and end at n. So I from 1 to n. So sigma I equal to 1 to n. Vi into delta ti is the total distance traveled by this particle.
ഓക്കെ, ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇപ്പൊ ഒരു പ്രോബ്ലം ആണ്. The bus, a bus moves with the following velocities. 4 meter per second velocity, like for first 2.5 seconds. Five meter per second for 3 seconds. 3.2 meter per second for the third 2 seconds, and 1.4 meter per second for the last 1 second. So 2, 3, 5, 2, 7, 1, 8.5 സെക്കൻഡ് ആണ് ഇത് ട്രാവൽ ചെയ്തത്. അപ്പൊ ഓരോ ഡ്യൂറേഷനിലും അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. What is the total distance traveled? Find the how far does the bus travel? ഇത്ര സമയം കൊണ്ട് ബസ് എത്ര ദൂരം പോയി എന്നാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെലോസിറ്റിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക അല്ലെ. ഡിസ്റ്റൻസ് ഈക്വൽ ടു 4 into 2.5 plus 5 into 3 plus 0.2 into 2 plus 1.4 into 1. This much എത്രയാണ് മീറ്റർ ആയിരിക്കും. That is 4, 2, 10 അല്ലേ, പ്ലസ് 6.4 പ്ലസ് 1.25 31.4 32.8 മീറ്റേഴ്സ് ആയിരിക്കും യാത്ര ചെയ്ത ദൂരം. Right? Then a problem. Suppose the bus is at a position yi at a time ti, I equal to 0, 1, 2, etc. n, and that during the time ti minus 1 ti, velocity is constant. ഒരു ഡ്യൂറേഷനിൽ കോൺസ്റ്റന്റ് ആണ്, അതായത് ഒരു ഇന്റർവെല്ലിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോ നമുക്ക് ഇതാണ് കാണേണ്ടത്. യൂസിങ് ടെലിസ്കോപ്പിംഗ് സം, so that the distance traveled is final position minus initial position. ഓരോ ടൈമിലും ഇതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ y ആണ്. പറഞ്ഞാൽ തുടങ്ങുമ്പോൾ ഇതിന്റെ പൊസിഷൻ y0 ആയിരുന്നു, അവസാനിക്കുമ്പോൾ ഇതിന്റെ പൊസിഷൻ yn ആയിരിക്കും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് yn മൈനസ് y0 ആണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഇത് കാണാന് എന്ന് പറഞ്ഞാല് വളരെ എളുപ്പമാണ്. ആദ്യത്തെ ടൈം ഇന്റർവെല്ല് ti മൈനസ് 1 അല്ലെങ്കിൽ t0 t1 വെലോസിറ്റി v1 ആണ്. എന്താ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ t1 മൈനസ് t0 ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് നോക്കാം,
distance traveled equal to the distance traveled from T0 T1. Distance traveled from T0 to T1 equal to എന്താണ് വരിക? Distance traveled from T0 to T1 എന്താണ് വരിക? വെലോസിറ്റി ഇൻറ്റു ഓരോ വെലോസിറ്റിനെയും ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി അല്ലേ? എന്താ പറയാ V1 ഇൻറ്റു നമ്മള് ഡെൽറ്റ ടി ഐ എന്ന് വിളിക്കുക. ഡെൽറ്റ ടി ഐ ഈക്വൽ ടു ടി ഐ മൈനസ് ടി ഐ മൈനസ് 1 എന്ന് പറയാം. ഓരോ ഇന്റർവെലിന്റെ ലെങ്ത്തിന് നമ്മൾ ഡെൽറ്റ ടി ഐ എന്ന് വിളിക്കുക. മനസ്സിലായോ? ഇത് ഫസ്റ്റ് ഇന്റർവെൽ എന്താണ് നോക്കാം. ഇവിടെ Vi equal to yi minus 1 minus yi divided by ti minus 1 minus ti. This is the change in y. This can be written as delta yi divided by delta ti. Delta yi എന്ന് പറഞ്ഞാല് yi minus yi minus 1. Delta ti എന്ന് പറഞ്ഞാല് ti minus ti minus 1. അപ്പൊ ഇങ്ങനെ എഴുതിയാല് ഗുണം എന്ന് പറഞ്ഞാല് distance traveled during delta t1 equal to v1 into delta t1 during t2 delta t2 second interval v2 into delta t2. So total distance traveled എന്തായിരിക്കും? Total distance traveled equal to v1 into delta t1 plus v2 into delta t2 plus etc plus vn into delta t. What is that? This equal to, this can be written using sigma I equal to 1 to n vi into delta ti. Now what is vi? Vi equal to delta yi by delta ti. That's equal to sigma I equal to 1 to n delta yi by delta ti into delta ti. So delta ti and delta ti cancels. It's equal to sigma I equal to I starts from 1 and end at 1 delta yi. What is that? It's equal to delta y1 plus delta y2 plus etc plus delta yn. What is delta y1? Y1 minus y0. What is delta y2? Y2 minus y1 plus etc. Delta yn is yn minus 1. നേരത്തെ പറഞ്ഞാല് ടെലിസ്കോപ്പിംഗ് പ്രകാരം yn minus y0 മാത്രമേ ബാക്കിയാവുള്ളൂ. So total distance traveled equal to final position minus initial position. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഈ ചാപ്റ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ് നെക്സ്റ്റ്. ഇത് ഒരു പ്രോബ്ലം തന്നെ ചെയ്യാൻ സ്റ്റെപ്പ് ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കുറച്ച് ചലഞ്ചിങ് ആണ്, പക്ഷെ നിങ്ങളുടെ ഈ ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറിലേക്കുള്ള ടിപ്സ് ഉള്ളതുകൊണ്ട് ഇതാണ് ഒരു ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് യൂസിങ് ടെലിസ്കോപ്പിംഗ് സം. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കുക. ഷോ ദാറ്റ്
Using telescoping sum show that sigma I equal to 1 to n I plus 1 cube minus I cube equal to n plus 1 whole cube minus 1. നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ഇതിന് തന്നെ ക്വസ്റ്റ്യൻ ഇതിന്റെ പിന്നെ എ പാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാം. റൈറ്റ് I plus 1 whole cube minus I cube. നമ്മൾ a cube minus b cube ചെയ്തിട്ടില്ലേ? a cube minus b cube അല്ലെങ്കിൽ ഇത് ഈ I plus 1 whole cube minus I cube നെ എക്സ്പാൻഡ് ചെയ്യുക. a cube എക്സ്പാൻഡ് ചെയ്ത് a cube minus അല്ലേ a cube minus b cube ഫോർമുല ഓർക്കുന്നില്ലേ? a minus b into a square plus ab plus b square. ഇത് വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എന്താ വരിക? I plus 1 minus I എന്ന് പറഞ്ഞാൽ 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ this equal to write this using and show that I plus 1 whole cube minus I cube equal to I cube in term ഉണ്ടാവില്ല 3I square plus 3I plus 1. Put sigma I equal to 1 to n on both sides. എന്താണ് കിട്ടുക? അപ്പൊ നോക്കുക സിഗ്മ I plus 1 whole cube minus I cube ഇതിനൊറ്റ സിഗ്മ എടുത്താൽ മതി കാരണം അത് ടെലിസ്കോപ്പിംഗ് ആണ് ഈക്വൽ ടു 3 into സിഗ്മ I equal to ഇവിടെ ഓരോന്നിനും സിഗ്മ എടുക്കുക 3 into സിഗ്മ I equal to 1 to n I square plus 3 into sigma I equal to 1 to n I plus 3 into sigma I equal to 1 to n 1. ഇതില് ഈ സം നമുക്ക് അറിയില്ലേ? നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. ഈ സം നമുക്കറിയാം n into n plus 1 by 2. ഈ സം നമുക്കറിയാം n. അറിയാത്തത് ഏതാണ്? ഇത്. So, using this formula, find ഇതാണ് നമ്മളുടെ ചോദ്യം. ഹിന്റ് ആണ്. Find sigma I equal to 1 to n I square. കഴിഞ്ഞില്ല. B part, question B part. Find sigma I equal to m to n I square. Sorry, m to n. M to n. How to find it? Is equal to sigma I equal to 1 to n I square minus sigma I equal to 1 to m minus 1 I square, right? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് കാണേണ്ടത് 1 square plus 2 square plus etc plus n square ഫോർമുലയാണ്. ഈ ഫോർമുല കാണാനുള്ള ഹിന്റ് ആണത്. എന്താണ് ഹിന്റ്? ഒന്ന് ടെലിസ്കോപ്പിംഗ്, ഒന്ന് എന്താണ് സിഗ്മ I equal to 1 to n I plus 1 whole cube minus I cube. നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും അല്ലേ? നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ടെലിസ്കോപ്പ് ചെയ്ത് ക്യാൻസൽ ആയി പോകും.
ഇവിടെ ക്യൂബ് ഉണ്ടാവും 1 ക്യൂബ് 1 തന്നെ ആയതുകൊണ്ട് അങ്ങനെ വരും. ഇനി നമ്മള് ഈ ഐ ക്യൂബ് ഈ ടേമിനെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു. i+1 ഹോൾ ക്യൂബ് മൈനസ് ഐ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് കാണാനാണ്, ഇത് ഹിന്റാണ് കേട്ടോ. അത് പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് നമ്മള് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ സിഗ്മ കൊടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സിഗ്മ i = 1 to n i² കാണുന്നു. ഇത് ഉപയോഗിച്ച് നമ്മൾ സിഗ്മ i = m to n i² കാണുന്നു.